ജമ്മു കാശ്മീരിൽ നിന്ന് വേർപെടുത്തി കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷം ബി.ജെ.പി. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് ലഡാക്കിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പദവിയും ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായത് ബി.ജെ.പി. സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ലഡാക്കിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾക്ക് പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ നിരാഹാര സമരം നടത്തി പിന്തുണ നൽകുന്നുണ്ട്. ബി.ജെ.പി. സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങളാണ് തങ്ങളെ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചതെന്ന് ഈ സംഘടനകൾ പറയുന്നു. 2019 ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലഡാക്കിന്റെ ഭൂമി, സംസ്കാരം, തനതായ പാരമ്പര്യങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവ സംരക്ഷിക്കുമെന്ന് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തിരുന്നു. ഈ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനുള്ള രോഷമാണ് ലഡാക്കിലെ ജനങ്ങളെ തെരുവിലിറക്കിയത്. തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ 6ാം ഷെഡ്യൂൾ പദവി അനിവാര്യമാണെന്ന് അവർ പറയുന്നു. ഇത് തങ്ങളുടെ തനതായ സ്വത്വവും ഭൂമിയുടെ ഉടമസ്ഥാവകാശവും ഉറപ്പുവരുത്താൻ സഹായിക്കും. പ്രതിഷേധങ്ങൾക്കിടെ ലേയിലെ ബി.ജെ.പി. ഓഫീസിന് നേരെ നടന്ന ആക്രമണം ജനങ്ങൾക്കിടയിലുള്ള അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങളെ ബി.ജെ.പി. അവഗണിച്ചെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ജനങ്ങൾ ഉടനടി പരിഹാരം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ ലഡാക്കിലെ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി നടത്തുന്ന പോരാട്ടം തുടരുകയാണ്.